നമസ്കാരം. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളക്കേസ് കേവലം ഒരു മോഷണമല്ല, മറിച്ച് ഭക്തിയുടെ മുഖം മൂടി അണിഞ്ഞുകൊണ്ട് നടന്ന ഉന്നതതല ഗൂഢാലോചനയുടെയും വഞ്ചനയുടെയും ഞെട്ടിക്കുന്ന കഥയാണെന്ന് തെളിയുകയാണ്. കേസിലെ പുതിയ പ്രതിയായ കർണാടക ബെല്ലാരിയിലെ ജ്വല്ലറി ഉടമ ഗോവർദ്ധൻ ഹൈക്കോടതി നൽകിയ ജാമ്യാപേക്ഷയും അതിനോടനുബന്ധിച്ച് പുറത്തുവരുന്ന വിവരങ്ങളും ഈ അധോലോക ഇടപാടുകളുടെ ആഴം വ്യക്തമാക്കുന്ന. ഇനി വരാനിരിക്കുന്നത് ദേവസ്വം ബോർഡിലെ മുൻ അംഗങ്ങളുടെയും ഉന്നത ഉദ്യോഗസ്ഥരുടെയും ചോദ്യം ചെയ്യലുകളാണ്. വിജയ് മല്യ നൽകിയ 32 കിലോ സ്വർണത്തിന് എന്ത് സംഭവിച്ചു എന്നതിലേക്കും ഈ അന്വേഷണം നീളുകയാണ്. ഭക്തിയുടെ മറവിൽ നടന്ന ഈ സ്വർണ്ണക്കടത്തിന് പിന്നിൽ അന്താരാഷ്ട്ര പുരാവസ്തു തട്ടിപ്പ് സംഘങ്ങൾക്ക് പങ്കുണ്ടോ എന്നത് ഇ.ഡി നിരീക്ഷിക്കും. അയ്യപ്പന്റെ നടയിൽ സ്വർണ്ണമാലയും കോടികളും സമർപ്പിച്ച താൻ വെറും ഒരു ഭക്തനാണെന്നാണ് ഗോവർദ്ധന്റെ വാദം. 1995 മുതൽ താൻ സ്വാമി ഭക്തനാണെന്നും ഇതുവരെ 1.40 കോടി രൂപ ശബരിമലയ്ക്കായി ചെലവഴിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം അവകാശപ്പെടുന്നു. ശ്രീകോവിലിന്റെ പുതിയ സ്വർണ്ണവാതിൽ സ്പോൺസർ ചെയ്തത് താനാണെന്നും അതിനായി 184 ഗ്രാം സ്വർണം നൽകിയെന്നും അദ്ദേഹം ജാമ്യ ഹർജിയിൽ പറയുന്നു. എന്നാൽ ഈ ഭക്തിക്ക് പിന്നിൽ മറിഞ്ഞിരിക്കുന്ന സ്വർണ്ണ ഇടപാടുകളാണ് ഇപ്പോൾ അന്വേഷണ സംഘം ചെയ്യുന്നത്. ബെല്ലാരി മാഫിയയിലേക്കാണ് അന്വേഷണം നീളുന്നത്. ഗോവർദ്ധന്റെ വെളിപ്പെടുത്തലുകളിൽ ഏറ്റവും വിചിത്രമായത് മാളികപ്പുറത്തമ്മയ്ക്ക് സമർപ്പിച്ച സ്വർണ്ണമാലയെക്കുറിച്ചാണ്. വർഷങ്ങൾക്ക് മുൻപ് മാളികപ്പുറത്ത് സമർപ്പിച്ച മാലയ്ക്ക് ദേവസ്വം ബോർഡിന്റെ പക്കൽ യാതൊരു രേഖയുമില്ല എന്നാണ് റിപ്പോർട്ട്. ഭക്തർ നൽകുന്ന കാണിക്കയും സ്വർണവും രേഖപ്പെടുത്തേണ്ട രജിസ്റ്ററുകളിൽ നിന്നും ഇതെങ്ങനെ അപ്രത്യക്ഷമായി? ഇതാണ് ഇപ്പോൾ ഉയരുന്ന പ്രധാന ചോദ്യം. ഇത് ബോർഡിലെ ഉന്നതരും മധ്യവർത്തികളും ചേർന്നുള്ള ആസൂത്രിത നീക്കമായിരുന്നുവെന്ന് വ്യക്തമാക്കുന്ന സൂചനകൾ പുറത്തുവരുന്നുണ്ട്. സ്മാർട്ട് ക്രിയേഷൻസും പൊൻകൊള്ളയും ദ്വാരപാലക ശില്പങ്ങളിൽ സ്വർണം പൂശാൻ കൊടുത്തപ്പോൾ അവിടെ നിന്നും സ്വർണം വേർതിരിച്ചെടുത്ത് മറച്ചുവിറ്റു എന്നതാണ് കേസിലെ പ്രധാന ആരോപണം. ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻ സിഇഒ പങ്കജു ഭണ്ഡാരിയും ഗോവർദ്ധനും തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ട് ഇടപാടിൽ നിർണായകമാണ്. ദ്വാരപാലക പാളികളിൽ നിന്നും വേർതിരിച്ചെടുത്ത ഏകദേശം 475 ഗ്രാം സ്വർണം താൻ വാങ്ങിയതായി ഗോവർദ്ധൻ സമ്മതിക്കുന്നുണ്ട്. എന്നാൽ അതിനു പകരമായി 15 ലക്ഷത്തോളം രൂപ ഡിമാൻഡ് ഡ്രാഫ്റ്റുകളായി ദേവസ്വം ബോർഡിന് നൽകിയെന്നാണ് ഇയാളുടെ ന്യായീകരണം. രസകരമായ കാര്യം, ഈ സ്വർണം വേർതിരിച്ചെടുക്കാൻ ദേവസ്വം ബോർഡ് അനുവാദം നൽകിയിരുന്നില്ല എന്നതാണ്. കേസിലെ വമ്പൻ സ്രാവുകളെ പിടികൂടാൻ ഹൈക്കോടതി നൽകിയ കർശന നിർദ്ദേശം അന്വേഷണ സംഘത്തെ സമ്മർദ്ദത്തിലാക്കിയിട്ടുണ്ട്. താൻ നിരപരാധിയാണെന്നും അന്വേഷണ സംഘം തന്നെ ഭീഷണിപ്പെടുത്തി സ്വർണം തട്ടിയെടുത്തുവെന്നും ഗോവർദ്ധൻ ആരോപിക്കുമ്പോൾ ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്യാനാണ് എന്തായാലും തീരുമാനം. എന്തായാലും ശബരിമല സ്വർണ്ണക്കൊള്ള നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ അതിഭീകരമായ ആഴത്തിലുള്ളതൊന്നാണ്. വളരെ ആസൂത്രിതമായി നിരവധി ആളുകൾ ദേവസ്വം ബോർഡിന്റെ ഉൾപ്പെടെ സഹായത്തോടുകൂടി വർഷങ്ങൾ നീണ്ടു നടത്തിയ കൊള്ളയാണ്. അത് ദ്വാരപാലക ശില്പങ്ങളോ പീഠങ്ങളോ മാത്രമല്ല, അതിനേക്കാൾ വലിയ തോതിലുള്ള കൊള്ള അവിടെ നടന്നിട്ടുണ്ട്. ഇത്തരം ഒരു കാര്യത്തിൽ ഒരു ദ്വാരപാലക ശില്പം ത്തിന്റെ കാര്യത്തിൽ മാത്രമായിരിക്കില്ല ഒരാൾ കള്ളത്തരം ചെയ്യുക. ഒരു കള്ളൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അയാളുടെ സ്വഭാവങ്ങളിലും പ്രവൃത്തികളിലും അത് ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ശബരിമലയുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്ന ഒരു ആസൂത്രിതമായ ക്രിമിനൽ ഒഫൻസ് തന്നെയാണ് ശബരിമലയിൽ സംഭവിച്ചിരിക്കുന്നത്. അതിനകത്ത് ദേവസ്വം ബോർഡിന്റെ ഇടപെടലുകളുണ്ട്, അവിടെ ഉണ്ടായിരുന്ന സ്പോൺസറിന്റെ ഇടപെടലുകളുണ്ട്. ഇത്തരത്തിൽ സ്പോൺസർ കൊണ്ടുവരുന്ന ആളുകൾ നൽകിയ പണം അത് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടില്ല എന്ന് അവിടെയുള്ള ആളുകൾ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. എന്തായാലും ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിൽ വലിയ വഴിത്തിരിവുണ്ട്. SIT ഇത്തരത്തിലായിരുന്നില്ല അന്വേഷിക്കേണ്ടെന്ന വിമർശനവും വ്യാപകമായി ഉയരുന്നുണ്ട്.